യൂറോപ്പിന്റെ യുകെന്റെ ഒക്കെ ട്രെൻഡിങ് മാറി ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ജപ്പാനാണ്. നമസ്കാരം. ജപ്പാനിലേക്ക് പോകാൻ നിൽക്കുന്ന 4 സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഇവർ മാത്രമല്ല, ഇവരും കൂട്ടുകാരി 32 പേരാണ് ഇപ്പൊ ജപ്പാനിലേക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പം ഇത്രയും രാജ്യങ്ങൾ ഉണ്ടായിട്ട് നിങ്ങൾ ജപ്പാനിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഞാൻ MBA പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു എനിക്ക് ജപ്പാനെ പറ്റിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി അറിഞ്ഞത്. എന്നിട്ട് ഞാൻ ജപ്പാനിൽ പോയി, അതിനുശേഷം ഭാഷ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി അവിടുത്തെ സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി. ഞാൻ ഫസ്റ്റ് ജപ്പാനിൽ പോകാൻ ആഗ്രഹമുള്ള സമയത്ത് ഞാൻ കുറേ റിസർച്ചൊക്കെ എൻ്റെതായ കുറേ റിസർച്ചൊക്കെ നടത്തി. അപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ JLന്റെ പേജ് കണ്ടത്. പിന്നെ അതിനെപ്പറ്റി കുറേ കൂടുതൽ അന്വേഷിച്ച് അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ മനസ്സിലായി അവരുടെ ലാംഗ്വേജ് ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ ആക്ച്വലി ഇത് വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് കൺട്രി ആണ്. പ്ലസ് ഞാൻ 6th ഗ്രേഡ് മുതൽ എനിക്ക് ജപ്പാനിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. സോ ആ ഒരു റീസൺ കൂടി ഞാൻ ജപ്പാൻ തന്നെ ചൂസ് ചെയ്തത്. ഭയങ്കര സേഫ് ആണ്, ടെക്നോളജിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പിന്നെ നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും ഭാവിയിൽ. അവരെ വിസ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ, കോളേജ് ഡോക്യുമെന്റേഷൻ അതൊക്കെ നോക്കുമ്പോൾ വളരെ സ്മൂത്ത് പ്രൊസീജിയേഴ്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ഇവരെല്ലാം ജപ്പാനിലേക്ക് പോകുന്നത്. കഴിഞ്ഞ 15 വർഷമായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെയാണ് നമ്മുടെ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാദമി ജപ്പാനിലേക്ക് അയച്ചത്. ഒത്തിരി ഏജൻസികൾ ജപ്പാനിലേക്ക് പല കള്ളങ്ങളും പറഞ്ഞ് PR കിട്ടും അല്ലെങ്കിൽ സ്പൗസ് വിസ കിട്ടും എന്നുള്ള തെറ്റായ വാർത്തകൾ അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഒത്തിരി പേരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ വിശ്വസ്തമായ സ്ഥാപനത്തിലൂടെ നമുക്ക് എവിടേക്കും പോവാം. അപ്പൊ ജപ്പാനിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി.